വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ അരൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസിന് പിറകിൽ ബൈക്കിടിച്ച് 3 യുവാക്കൾ മരിച്ചു. അഭിജിത്ത്, ആൽവിൻ, ബിജോയ് വർഗീസ് എന്നിവരാണ് മരിച്ചത്. അരൂർ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. 2 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷവുമാണ് മരിച്ചത്. സുഹൃത്തിന്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്ത ശേഷം ചന്തീരൂരിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം. വയനാട്ടിൽ വീണ്ടും കടുവയാക്രമണം. മീനങ്ങാടി ആവയലിലും കൊളകപ്പാറയിലുമാണ് 7 ആടുകളെ കടുവ കൊന്നത്. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വയനാട്ടിൽ കടുവ ഭീതി ഒഴിയുന്നില്ല. ബത്തേരി ചീരാലിൽ 1 മാസത്തോളം ജനങ്ങളെ ഭീതിയിലാക്കി 1 ഡസൻ പശുക്കളെ ആക്രമിച്ചു കൊന്ന കടുവയെ വനംവകുപ്പ് ഏറെ പാടുപെട്ട് പിടികൂടിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത മീനങ്ങാടി പഞ്ചായത്തിലെ കൃഷ്ണഗിരി മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രിയും പുലർച്ചെയുമാണ് 7 ആടുകളെ കടുവ കൊന്നത്. 1 മാസത്തിനിടെ 30 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ഈ പ്രദേശങ്ങളിൽ ആക്രമിച്ചത്. ഇതിൽ 18 ആടുകൾ ചത്തു. സാധാരണക്കാരുടെ ഉപജീവനം ഇതോടെ ബുദ്ധിമുട്ടിലായി. ഭീതി കാരണം തോട്ടങ്ങളിൽ പണിക്ക് പോകാനും കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ 4-5 മാസമായി ഭീകരാവസ്ഥയാണ്. 7 മണി കഴിഞ്ഞാൽ എല്ലാ ആളുകളും വീട്ടിലേക്ക് പോകുന്നു. കുട്ടികളെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട്, ക്ഷീരകർക്ക് പുല്ല് മുറിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട്. ആകെ ആളുകൾ ആശങ്കയിലാണ്. ഏത് നിമിഷം മനുഷ്യനെ പോലും ആക്രമിക്കുമോ എന്ന രീതിയിലാണ് ഈ പ്രദേശത്ത് കടുവാശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്ക്. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് അരിവയലിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആടുകളുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. എന്നാൽ കടുവയെ പിടികൂടാനുള്ള പ്രാഥമികമായ എല്ലാ നടപടികളും പൂർത്തിയായെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. വിവിധയിടങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മയക്കുവെടി വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 വയനാട്. മൂന്നാറിലും പടയപ്പ ഇറങ്ങി. വിനോദസഞ്ചാര മേഖലയായ എക്കോ പോയിന്റിന് സമീപം എത്തിയ ഒറ്റയാൻ വാഹനങ്ങൾ അടിച്ചു തകർത്തു. മണിക്കൂറുകളോളം മേഖലയിൽ ഭീതി പരത്തിയ ഒറ്റയാൻ ഗതാഗതവും സ്തംഭിപ്പിച്ചു. ഇന്നലെയാണ് എക്കോ പോയിന്റിന് സമീപം പടയപ്പ എന്ന് പ്രദേശവാസികൾ വിളിക്കുന്ന ഒറ്റയാൻ ഇറങ്ങി ഭീതി പരത്തിയത്. വാഹനങ്ങൾക്കൊപ്പം വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന കരിക്കുകളും അകത്താക്കി. മണിക്കൂറുകളോളം സ്ഥലത്ത് ഭീതി പരത്തിയ കാട്ടാന ഗതാഗതവും തടസ്സപ്പെടുത്തി. കൊളുന്തുമായി കടന്നുപോയ ട്രാക്ടർ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വനപാലകരടക്കം എത്തി വളരെ പാടുപെട്ടാണ് കാട്ടാനയെ മാട്ടുപ്പെട്ടി ജലാശയത്തിലൂടെ മറുകരയിലൂടെ കാട്ടിലേക്ക് ഓടിച്ചത്. ന്യൂസ് 18 ഇടുക്കി. എക്സൈസ് പിടികൂടിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചു നൽകിയെന്ന ആരോപണത്തിൽ കാസർഗോഡ് എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. കുമ്പള എക്സൈസ് ഓഫീസിലെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഷെയ്ഖ് അബ്ദുൾ ബഷീറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലായ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ ബഷീറിനെതിരെ നടപടിയെടുത്തത്. അമ്പലത്തറ പോലീസ് പിടികൂടിയ പ്രതിയെ ബഷീർ നിരവധി തവണ ഫോൺ വിളിച്ചതിന്റെ വിവരങ്ങൾ എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പ്രിവന്റീവ് ഓഫീസറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബഷീറിനെ സർവീസിൽ നിന്നും മാറ്റി നിർത്താൻ ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവിട്ടത്. ബഷീറിന് നിരോധിത ഉൽപ്പന്നങ്ങൾ ലഭ്യമായത് എവിടെ നിന്നാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണത്തിനും ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിജിലൻസിനൊപ്പം അമ്പലത്തറ പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കിയിൽ ആദിവാസി വിഭാഗത്തിനുള്ള ഭൂമി വിതരണം പൂർത്തീകരിക്കാതെ റവന്യൂ വിഭാഗം. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്യാൻ കണ്ടെത്തിയ ഭൂമിയുടെ വിതരണമാണ് വൈകിക്കുന്നത്. ഭൂമാഫിയെയും വനവൽക്കരണത്തിനെയും സഹായിക്കുന്നതിനായാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി 1490 ഏക്കർ ഭൂമിയാണ് 2002 സർക്കാർ ഏറ്റെടുത്തത്. 301 കോളനി, ചിന്നക്കനാൽ വിലക്ക്, പന്തടിക്കളം തുടങ്ങിയ പ്രദേശങ്ങളിലായി ഇതുവരെ 668 ഏക്കർ ഭൂമി വിതരണം ചെയ്തു. ആകെ 566 കുടുംബങ്ങൾക്കാണ് ഭൂമി നൽകിയത്. ബാക്കിയുള്ള 822 ഏക്കർ ഭൂമി എവിടെയെന്നാണ് റവന്യൂ വകുപ്പ് വ്യക്തത വരുത്താത്തത്.
ആദിവാസി കുടുംബങ്ങൾ പരാതി ഉന്നയിച്ചതോടെ 142 ഏക്കർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കേസുകൾ നിലനിൽക്കുകയാണെന്നും ബാക്കി ഭൂമി HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണെന്നും ജില്ലാ കളക്ടർ മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ പാട്ട കാലാവധി അവസാനിച്ചിട്ടും ഭൂമി ഏറ്റെടുത്ത് വിതരണം പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. ജില്ലാ കളക്ടർ ഉടമ്പൻചോല തഹസിൽദാരെ അന്വേഷണത്തിന് ഏൽപ്പിച്ചപ്പോൾ ഈ 822 ഏക്കർ ഭൂമി ഇല്ല എന്നും ഇത് പാട്ടത്തിന് കൊടുത്തതായിട്ട് യാതൊരു രേഖകളും ഓഫീസിൽ കാണുന്നില്ല എന്നുമാണ് തഹസിൽദാർ ഗവൺമെന്റിന് അറിയിച്ചിരിക്കുന്നത്. ഇത് നുണയാണ്. ആദിവാസിയുടെ ഫയൽ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. ഇത് ആദിവാസികളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണ്. ഭൂമി ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് വീണ്ടും ആവശ്യമുയർന്നെങ്കിലും ഭൂമി സംബന്ധിച്ച് രേഖകൾ ഇല്ലെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ മറുപടി. 1000-ഓളം ആദിവാസി കുടുംബങ്ങൾക്കാണ് ഇനിയും ഭൂമി വിതരണം ചെയ്യാനുള്ളത്. കയ്യേറ്റക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ ഇല്ലെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് ആക്ഷേപം. വനവൽക്കരണത്തിനായി റവന്യൂ വനം വകുപ്പുകൾ ഒത്തുകളിക്കുകയാണെന്നും ആദിവാസി സംഘടനകൾ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം തെന്മല ഗ്രാമപഞ്ചായത്തിൽ നിന്നും വനം വകുപ്പ് കുടിയൊഴിപ്പിക്കൽ നടത്തുന്നതായി പരാതി. നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമത്തെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്കണവാടികൾ, ഹൈസ്കൂൾ, പൊതുമേഖലാ സ്ഥാപനം, ഹെൽത്ത് സെന്റർ എന്നിങ്ങനെ നിരവധി സൗകര്യങ്ങളുള്ള ഗ്രാമത്തെയാണ് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചെറുകടവ്, വലിയകാവ്, ഓലപ്പാറ, മൂലമൺ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ ഭീഷണി നേരിടുന്നത്. നഷ്ടപരിഹാര തുക പോലും വ്യക്തമാക്കാതെയാണ് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചത്. 35 ലക്ഷം രൂപയിലധികം വില വരുന്ന 85ഓളം വീടുകളും 20 ലക്ഷം രൂപ മൂല്യമുള്ള 140 വീടുകളും ഇവിടെയുണ്ട്. എസ്റ്റേറ്റ് ഉള്ളതിനാൽ നിരവധി ലോഡിംഗ് തൊഴിൽ അവസരങ്ങളും ഇവിടെയുണ്ട്. 100 ഏക്കറോളം വരുന്ന കൃഷിഭൂമി ഉപേക്ഷിച്ചിറങ്ങേണ്ട അവസ്ഥയിലാണ് ഗ്രാമവാസികൾ. നമ്മുടെ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്തോ ചില കാരണം കൊണ്ട് ചില ആൾക്കാരെ കൂടെ വിളിച്ചുകൊണ്ട് അവർക്ക് ഒരു സിമ്പതി 1-2 പേരെ വിളിച്ചുകൊണ്ട് ചില വീടുകളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് 1 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ 5 സെൻറ്റ് ഉള്ളവന് 2 യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് 30 ലക്ഷം കിട്ടും, മറ്റേ 10 സെൻറ്റ് ഉള്ള 3 യൂണിറ്റ് എന്ന് പറഞ്ഞ് 45 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ ജനങ്ങൾ വിചാരിക്കുന്നത് അറിയോ, ഈ 45 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോലെ ടൗണിലേക്ക് പാറി താമസിക്കുക എന്നുള്ള ധാരണയില്ല. ഇതൊന്നും നടക്കുന്ന കേസല്ല. ഇത് ലാസ്റ്റ് ഈ പാവങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രം ഈ എടുക്കുന്ന തീരുമാനമായിട്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഗ്രാമവാസികളിൽ 88% പേരും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തവരാണ്. തുച്ഛമായ തുക നൽകി ഒഴിപ്പിക്കുകയാണെങ്കിൽ കടം വീട്ടാൻ പോലും ഇവർക്കാവില്ല. യൂണിറ്റ് കണക്കാക്കിയാണ് സ്ഥലത്തിന് തുക നൽകുന്നതെന്ന് പറയുമ്പോൾ യൂണിറ്റിന്റെ മാനദണ്ഡം എന്താണെന്ന് വെളിപ്പെടുത്താനും അധികൃതർ തയ്യാറല്ല. വനംവകുപ്പിന്റെ നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് ഗ്രാമവാസികൾ. ന്യൂസ് 18 പുനലൂർ. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിൽ കമ്പിളിപ്പുഴു ശല്യം രൂക്ഷമായി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലും കൃഷി ഓഫീസിനും സമീപത്തായി വലിയ തോതിൽ പുഴു വ്യാപിപ്പിക്കുകയാണ്. ചെറുതും വലുതുമായ 100 കണക്കിന് പുഴുക്കളാണ് പ്രദേശത്തെ ചെടികളെല്ലാം കീഴടക്കിയിരിക്കുന്നത്. അസഹ്യമായ ചൊറിച്ചിലാണ് ഇത്തരം പുഴുക്കൾ ഉണ്ടാക്കുന്ന പ്രധാന ബുദ്ധിമുട്ട്. നാട്ടുകാർക്കിപ്പോൾ ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രദേശത്തെ ഓഫീസ് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ചൊറിഞ്ഞിട്ട് ഫുള്ള് ചൊറിയുന്നത്. ഇവിടെ ഇത് വിളിച്ചോണ്ട് പീഡക്കാർക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ചുമട്ടുകാർക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഈ ഭാഗത്തേക്ക് വരാൻ കഴിയുന്നില്ല. ചൊറിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയിലായില്ലേ. ഇവ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. കമ്പിളിപ്പുഴുവെന്നും അറിയപ്പെടുന്ന ഇവ നിശാശലഭത്തിന്റെ ലാർവകളാണ്. ഒരാഴ്ചയായി ഇവയെ കാണപ്പെടാൻ തുടങ്ങിയിട്ടെങ്കിലും 2 ദിവസമായി ശല്യം കൂടുതലാണ്. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഇടുക്കി അടിമാലിയിൽ MDMA അടക്കമുള്ള ലഹരി വസ്തുക്കളുമായി എറണാകുളം സ്വദേശി പിടിയിൽ. കണയന്നൂർ സ്വദേശി സുജാഹുദ്ദീനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 491 മില്ലിഗ്രാം MDMAയും 4.5 ഗ്രാം ഹാഷിഷ് ഓയിലും 1.5 ഗ്രാം ചരസും 8 ഗ്രാം കഞ്ചാവും പിടികൂടി. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലടക്കം വിതരണം ചെയ്യാൻ ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തുക്കൾ എത്തിച്ചതെന്ന് അടിമാലി നാർക്കോട്ടിക്സ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൽപ്പകഞ്ചേരിയിൽ മക്കളെ കൊലപ്പെടുത്തിയ ശേഷം യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ഗാർഹിക പീഡനം ചുമത്തിയാണ് ചെട്ടിയാംകിണർ സ്വദേശി നാവുന്നത്ത് റാഷിദ് അലിയെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. നവംബർ 3-നാണ് പെരുമണ്ണ ക്ലാരി ചെട്ടിയാംകിണറിൽ 4ഉം 1ഉം വയസ്സുള്ള കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ സഫ്വ ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നതിന് മുൻപ് സഫ്വ ഭർത്താവ് റാഷിദ് അലിയുടെ വാട്സപ്പിലേക്ക് അയച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ഗാർഹിക പീഡനം നേരിട്ടതായി കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റാഷിദ് അലിയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. റാഷിദ് അലിക്കെതിരെ ഗാർഹിക പീഡന കുറ്റവും ചുമത്തി.
പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. പൊന്നാനിയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അപകടത്തിൽപ്പെട്ട് 4 പേർക്ക് പരുക്ക്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 1 പൊന്നാനി സ്വദേശിക്കുമാണ് പരുക്കേറ്റത്. ഇവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ശബരിമല മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. തീർത്ഥാടകർക്കായുള്ള സുരക്ഷാ ക്രമീകരണത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. കാനനപാതയിലെ കാടുകൾ വെട്ടിത്തെളിക്കുകയും ആവശ്യമായ താമസ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് തീരാനുള്ളത്. റവന്യൂ, പഞ്ചായത്ത്, ഫോറസ്റ്റ് എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇതുവഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. തേക്ക റോഡിലുള്ള 13 സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ ഉടനെ തീർക്കുന്നതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പോലീസുകാരെ അറേഞ്ച് ചെയ്യേണ്ടി വരും. ബ്ലോക്ക് ഉണ്ടാകുന്നത്. കൂടാതെ നടപ്പാതയായ കാനനപാതയിൽ ഇന്ന് പരിശോധന നടത്തിയതിൽ ഫോറസ്റ്റുകാർ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും കാട് വെട്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി തന്നെ മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. സ്പെഷ്യൽ പോലീസ് കൺട്രോൾ റൂം മേഖലയിൽ പ്രവർത്തിക്കും. SP-യോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP CJ മാർട്ടിൻ, പീരുമേട് DYSP J കുര്യാക്കോസ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. 100ന്റെ നിറവിൽ ആഘോഷ തിമിർപ്പിലാണ് കായംകുളം നഗരസഭ. നഗരസഭയുടെ പുരോഗതിക്കായി പ്രവർത്തിച്ചവരെ ചടങ്ങിന്റെ ഭാഗമായി ആദരിക്കും. 1992 കായംകുളം നഗരസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഗുരുവന്ദനം എന്ന പരിപാടിയോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. വൈവിധ്യമാർന്ന നിരവധി പരിപാടികൾ അരങ്ങേറും. കായംകുളത്തെ പ്രതിനിധീകരിച്ചിരുന്ന മുൻ MPമാർ, MLAമാർ, നഗരസഭാ അധ്യക്ഷന്മാർ, വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ആദ്യകാല വ്യവസായികൾ, മുതിർന്ന പത്രപ്രവർത്തകർ എന്നിവരുടെ സംഗമവും ആദരിക്കലും നടക്കും. ആ ഗുരുവന്ദനം പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് മുൻ MLAമാർ, മുൻ MPമാർ, മുൻ ചെയർമാൻമാർ, നമുക്ക് മന്ത്രിയായിട്ടുണ്ട്, മുൻ മന്ത്രി അടക്കം, അതുപോലെ തന്നെ കൗൺസിലർമാരടക്കമുള്ള നാട്ടിലെ നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, അവരെ അടക്കം ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നഗരസഭ കൗൺസിൽ കൂടി തീരുമാനിച്ചിട്ടുള്ളത്. ശതാബ്ദി വർഷത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നഗരസഭ നടപ്പാക്കും. കൂടാതെ എല്ലാ മാസവും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഗുരുവന്ദനം പരിപാടി നവംബർ 8 കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ന്യൂസ് 18 കായംകുളം. സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മയ്ക്കായി തപാൽ വകുപ്പ് മുദ്ര പതിപ്പിച്ച പോസ്റ്റൽ കവർ പുറത്തിറക്കി. 125ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് തപാൽ വകുപ്പ് പോസ്റ്റൽ കവർ പുറത്തിറക്കിയത്. പോസ്റ്റൽ കവറിന്റെ പ്രകാശനം പട്ടാമ്പിയിൽ നടന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മയ്ക്കാണ് മുദ്ര പതിപ്പിച്ച പോസ്റ്റൽ കവർ പുറത്തിറക്കിയത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ 125ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്. മലബാർ കലാപത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. പട്ടാമ്പി മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിലുള്ള ഒരു പ്രവണതയായി കണ്ടുവരികയാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറ വഴിതെറ്റാതിരിക്കാൻ നമുക്കെല്ലാം മഹനീയമായ മാതൃക കാണിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള അനേകായിരം ഈ നാടിനെ സ്നേഹിച്ച, ഈ രാജ്യത്തെ സ്നേഹിച്ച, പോരാടി വീരചർമ്മം പ്രാപിച്ച ആളുകളുടെ സ്മരണ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ T നിർമ്മലാദേവി പ്രകാശനം നിർവഹിച്ചു. ആദ്യ കോപ്പി മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കൊച്ചുമകൻ മോഴികുന്നം ബ്രഹ്മദത്തൻ ഏറ്റുവാങ്ങി. രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മോഴികുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. കാലിത്തീറ്റയുടെ വിലവർധന മൂലം ക്ഷീരമേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി സമരത്തിനൊരുങ്ങുകയാണ് ക്ഷീര കർഷക സംഘടനകൾ. മിൽമയും കേരള ഫീഡ്സും ഉൽപ്പാദിപ്പിക്കുന്ന കാലിത്തീറ്റകൾക്ക് 50 കിലോ ചാക്കിന് 150 മുതൽ 200 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്.
വില വർദ്ധിപ്പിച്ചതായി ചൂണ്ടിക്കാട്ടി ക്ഷീരസംഘങ്ങൾക്ക് മിൽമയും കേരള ഫീഡ്സും സർക്കുലർ അയച്ചു. 1 കിലോഗ്രാം കാലിത്തീറ്റയ്ക്ക് 3 രൂപയ്ക്ക് മുകളിൽ വില വർധനവാണുണ്ടായത്. സ്വകാര്യ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന പെല്ലറ്റ്, പിണ്ണാക്ക് അടക്കമുള്ള കാലിത്തീറ്റകൾക്കും വില വർദ്ധിച്ചിരുന്നു. പാൽ വില ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് മിൽമ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കാലിത്തീറ്റയുടെ വില വർദ്ധിപ്പിച്ചതിനാൽ നേട്ടം കർഷകരിലേക്ക് എത്തില്ല. കേരളത്തിലെ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാലിന്റെ വില വർദ്ധിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ്. ആ വില വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നതിന് മുമ്പെയാണ് ഇപ്പോൾ മിൽമയും അതോടൊപ്പം തന്നെ കേരള ഫീഡ്സും ഈ പറയുന്ന കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 1 ലിറ്റർ പാലിന് കർഷകന് 36 മുതൽ 38 രൂപ വരെയാണ് ലഭിക്കുന്നത്. വേനൽക്കാലത്ത് തീറ്റപ്പുല്ലുൾപ്പെടെ വില കൊടുത്തു വാങ്ങേണ്ടതിനാൽ ഉൽപാദന ചെലവും വർദ്ധിക്കും. കാലിത്തീറ്റയുടെ വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക സമരത്തിനൊരുങ്ങുകയാണ് ക്ഷീരകർഷക സംഘടനയായ KSMSA. ആദ്യഘട്ടമെന്ന നിലയിൽ വിവിധ ക്ഷീരസംഘങ്ങൾക്ക് മുൻപിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിവരികയാണ്. 16-ന് തിരുവനന്തപുരം മിൽമ ഫെഡറേഷൻ ഓഫീസിന് മുൻപിൽ കർഷകർ സമരം നടത്തും. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ പയ്യന്നൂരും ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിലാണ്. ഏറ്റുകുടുക്കയിൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് ഒരുക്കിയാണ് ഫുട്ബോൾ പ്രേമികൾ ലോകകപ്പ് ആവേശത്തിലേക്ക് കടന്നത്. ഏറ്റുകുടുക്ക ടൗണിലാണ് 37 അടി ഉയരമുള്ള കട്ടൌട്ട് അർജന്റീന ആരാധകർ സ്ഥാപിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ചാർട്ട് പേപ്പറിൽ വരച്ച മെസ്സിയുടെ കൂറ്റൻ ചിത്രം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി അജയ് വി ജോൺ വരച്ച ചിത്രം കോളേജ് ഗ്രൗണ്ടിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ലോകകപ്പിന്റെ ആവേശം നാടെങ്ങും ഉയരുമ്പോൾ ഫുട്ബോൾ ആരാധകരുടെ ഇഷ്ടതാരം ലയണൽ മെസ്സിയുടെ ചാർട്ട് പേപ്പറിൽ വരച്ച കൂറ്റൻ ചിത്രം അത്ഭുതവും വിസ്മയവുമാകുന്നു. നിർമ്മല കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകലാ ക്ലബ് അംഗവുമായിരുന്ന അജയ് വി ജോണാണ് കോളേജിന്റെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ മെസ്സിയുടെ ചിത്രമൊരുക്കിയത്. 9 മീറ്റർ വീതിയും 10.8 മീറ്റർ നീളവുമുള്ള ക്യാൻവാസിലാണ് ചിത്രം വരച്ചത്. 1046 ചതുരശ്ര അടി വലിപ്പമുള്ള ചിത്രം 1 വർഷത്തോളം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. 250 ചാർട്ട് പേപ്പറിൽ 1,18,800 ചതുരങ്ങൾ വരച്ച് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, കറുപ്പ്, നീല എന്നീ നിറങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം വരച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിന്ന് നോക്കിയാൽ മാത്രം ദൃശ്യമാകുന്ന ചിത്രം കാണികളിൽ ആവേശം നിറയ്ക്കുന്നതാണ്. നാട്ടിലെ മെസ്സിയുടെയും അർജന്റീനയുടെയും ആരാധകർക്ക് കൂടുതൽ ആഹ്ലാദം നൽകുന്നതാണ് അജയ് ജോണിന്റെ ചിത്രം. ഈ ഒരു വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആദ്യം തന്നെ കോളേജിൽ വന്ന് സാറിനോട് പറയാനുള്ള രീതിയാണ്. സാറിനോട് പറഞ്ഞപ്പോൾ തന്നെ സാർ ഫുൾ സപ്പോർട്ടാണ് പറഞ്ഞത്. ആക്ച്വലി ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മുട്ടത്തോടിനുള്ളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വരച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അജയ് ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് നിർമ്മല കോളേജിൽ നിന്നും അജയ് വി ജോൺ BCom പഠനം പൂർത്തിയാക്കിയത്. ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CMA വിദ്യാർത്ഥിയാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കൊച്ചി കാക്കനാട് യുവതി വീടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ. മറ്റൊരു സ്ത്രീയുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മുനീർ ഭാര്യയെ ഒഴിവാക്കാനായി വകവരുത്തിയെന്നാണ് ആരോപണം. മരിച്ച സുമയ്യയുടെ മകനടക്കം പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 29 രാവിലെ 8:30യോടെയാണ് കാക്കനാട് കുഴിക്കാട്ടുമൂലയിലെ വീട്ടിൽ സുമയ്യയെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. അയൽവാസികൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും 75% പൊള്ളലേറ്റ സുമയ്യ അടുത്ത ദിവസം മരിച്ചു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവ് മുനീർ അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു. എന്നാൽ സുമയ്യയുടെ മക്കളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മരണം കൊലപാതകമാണെന്ന സംശയത്തിലാണ് ബന്ധുക്കൾ. തീ കൊളുത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന മണ്ണെണ്ണയും ലൈറ്ററും യഥാസ്ഥാനത്ത് തന്നെ സൂക്ഷിച്ചടക്കമുള്ള കാരണങ്ങളാണ് ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. മണ്ണെണ്ണ ഒഴിച്ചിട്ട് പുറത്ത് കുപ്പി മൂടിയിട്ട് കൊണ്ടുപോയി വെച്ച്
അത് കഴിഞ്ഞ് ലൈറ്റർ എടുത്ത് കത്തിച്ചിട്ട് അവൾ അവിടെ ഇരിക്കണായിരുന്നു. കത്തിച്ചിട്ട് ലൈറ്റർ തിരിച്ചവക്ക് എന്തായാലും അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. രാത്രി അപ്പം ചുട്ട് വെച്ചിട്ട് എവിടെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കണായിരുന്നു ലൈറ്റർ. ഒരാൾക്ക് തന്നെ എന്തായാലും മണ്ണെണ്ണ ഒഴിച്ചാൽ അവൾ തന്നെ വേണമെങ്കിൽ ചെയ്താൽ നോക്കാം. പക്ഷെ ലൈറ്റർ എന്തായാലും കത്തിച്ചിട്ട് നമുക്ക് എണീറ്റ് പോയി അവിടെ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടൂല. വീണ്ടും അവിടെ വന്നിരിക്കൂല എന്തായാലും. അപ്പൊ അവൻ തന്നെ ചെയ്തിട്ട് പോയാണെന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക്. പൊള്ളലേറ്റ സുമയെ ആശുപത്രിയിലാക്കിയ വിവരം അറിഞ്ഞിരുന്നുവെങ്കിലും മുനീർ ആശുപത്രിയിൽ എത്തിയില്ല. ബന്ധുക്കൾ ആശുപത്രിയിലായിരുന്നപ്പോൾ തിടുക്കത്തിൽ വീട്ടിലെത്തി സുമയെ പൊള്ളലേറ്റ് കിടന്ന സ്ഥലം കഴുകി വൃത്തിയാക്കി തെളിവുകൾ നശിപ്പിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. വീണ്ടും അവൻ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് അവിടെ ഡോറിന്റെ ഒക്കെ അവിടെ പുകഞ്ഞ ഇതുണ്ടായിരുന്നു, അതെല്ലാം അവൻ തുടച്ച് വൃത്തിയാക്കി തെളിവ് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പോലും കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലാണ് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മുനീറിന്റെ വിവാഹേതര ബന്ധം ചോദ്യം ചെയ്തതിന് സുമയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും സഹോദരി ആരോപിച്ചു. എന്നെ ഫോൺ വിളിച്ച് പറയുമായിരുന്നു ഇവൻ തല്ലിയിട്ടൊക്കെ ഉണ്ട്. ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു 21 പ്രാവശ്യം അവൻ എന്റെ 2 കവളത്തിട്ടും തല്ലി എന്ന് പറഞ്ഞു. അത് ഇവൾ അവന്റെ അടുത്ത് പോയി ഇരുന്നപ്പോ താഴത്തേക്ക് പോയിക്കോ അവന്റെ അടുത്ത് ഇരിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കൊച്ചു പറയുന്നുണ്ട് ആ മിനീനെ വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. വിളിക്കണ കേട്ടിട്ടാണ് അവള് കയറി മുകളിലേക്ക് ചെന്നത്. മുനീർ സുമയുമായി പലപ്പോഴും വഴക്കടിച്ചിരുന്നതായി നാട്ടുകാരും പറയുന്നു. കുറച്ചു നാൾ മുമ്പ് ഇവരിങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അന്ന് ഇവളെ തല്ലിയൊക്കെ ചെയ്തായിരുന്നു. എപ്പോഴും അതേ എനിക്കൊരു ഭീഷണിയാണ്. കൈമുറിച്ച് ഞരമ്പ് മുറിച്ച് കാണിക്കലാണ് ജോലി. 2-3 പ്രാവശ്യം വരഞ്ഞിട്ട പാട് കാണിച്ചു തന്നു ഇവരെ പേടിപ്പിക്കാനായിട്ട്. 5ലും 7ലും പഠിക്കുന്ന 2 ആൺമക്കളാണ് സുമയ്ക്കുള്ളത്. അമ്മയുടെ മരണത്തിലെ സംശയങ്ങളെക്കുറിച്ച് കുട്ടികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.